അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഞാൻ ഏറെ സന്തോഷത്തിലാണ്. ശരിക്കും ഒരു പ്രധാന നമ്മളെ കേരളത്തിലൊരു സയ്യിദിൻ്റെ വീട്ടിലാണ് വന്നാണ്, രാവിലെ വന്നാണ്. അപ്പോൾ ഇന്നലെ വേറൊരു ആവശ്യാർത്ഥം വൈലത്തൂർ വന്നപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വൈലത്തൂർ ഇപ്പോൾ തിരിച്ച് മുത്തന്നൂർ തങ്ങൾപ്പാപ്പാൻ്റെ അടുത്ത് വന്നാണ്. ഞാൻ ഇതിലൊരു പ്രത്യേക സംഭവം കണ്ടിട്ട്, ഇതിലൊരു നെൽസൺ മണ്ടേലൻ്റെ ഒരു ഡോക്ടറേറ്റ് കിട്ടിയ ഈ ഡോക്ടർ ആണ് നമ്മളെ മുത്തന്നൂർ തങ്ങൾപ്പാപ്പ. മാത്രമല്ല ഇവിടെ ഒരുപാട് ഫലകങ്ങളുണ്ട്. ഇതിനൊക്കെ ഒരുപാട് കഥകൾ പറയാനുണ്ട്. ഒരുപാട് മദ്രസ ആ കാണുന്ന ഫോട്ടോത്തിലൊക്കെ ഉണ്ടാവും. വളരെ പ്രായം കുറഞ്ഞ തങ്ങളാണ്. ഫലകങ്ങൾ ശരിക്കും ഇവിടെ കൊള്ളുണ്ടാവില്ല, അതായിരിക്കും ബാക്കി പുറത്തുണ്ടാവും ഇൻഷാ അല്ലാഹ്. പിന്നെ നമ്മളെ ഇതിൽ കണ്ട് പ്രധാനമായിട്ട് അവിടെ ഒരു ഫലകം കണ്ടില്ല, മർക്കസ് യൂണിവേഴ്സിറ്റിൻ്റെ ഒരു ഫലകം കണ്ടിട്ട് അവിടെ. അങ്ങനെ ഫലകങ്ങൾ തീരുമിലൂടെ ശരിക്കും. അതാണ് ഞങ്ങളെന്തായാലും നമുക്ക് തങ്ങൾപ്പാപ്പാനോട് കാര്യങ്ങൾ ചോദിക്കാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും തങ്ങൾപ്പാപ്പ. റാഹത്തല്ല? അൽഹംദുലില്ലാഹ്. ഇന്നലെ കണ്ട് പരിചയപ്പെട്ട് ഇതൊക്കെ ഫലകങ്ങൾക്കൊക്കെ ഒരു മദ്രസിൻ്റെ കഥ പറയാനുണ്ടാവും. അതെ, അതിനൊക്കെ ഒരു മദ്രസ ഇല്ലെങ്കിൽ നമ്മളൊരു പൊതുപ്രവർത്തനങ്ങൾ ചെയ്ത ഒരുപാട് കഥകൾ പറയുന്ന ഒന്നാണ്. ഞാനെപ്പോഴും ഓർക്കുകയും പറയുകയൊക്കെ ചെയ്യുന്ന സംഗതിയാണ്. ഓരോ മൊമെൻറ്റവും നമുക്ക് നാളെ മഹ്ശറയിൽ സാക്ഷി പറയാനുള്ള ഒന്നാണ്. കാരണം നമ്മൾ അതിൻ്റെ മുമ്പിൽ ഒരു കാരുണ്യ പ്രവർത്തനമോ മദ്രസയോ ഒരു പള്ളിയോ ഇല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ നമ്മൾ പ്രവർത്തനങ്ങൾ ചെയ്തപ്പം ആ നാടുകൾ നമുക്ക് ആദരിച്ച ഒരു ആദരാണ്. അത് അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ എന്ന് ഞാൻ എപ്പോഴും ദുആ ചെയ്യും, സ്വന്തമായി ചിന്തിക്കുകയും ചെയ്യുന്ന കാര്യമാണ്. അതിൻ്റെ പൊതുപ്രവർത്തനത്തിൻ്റെ മറ്റു ഭാഗങ്ങളുടെ ഭാഗമായിട്ട് കിട്ടിയ ഒന്നാണ് നേരത്തെ നിങ്ങൾ കണ്ട ആ ഡോക്ടറേറ്റ് എന്ന് പറഞ്ഞാൽ. ചില ആളുകൾക്ക് ഡോക്ടർ എന്ന് പറഞ്ഞാൽ പിന്നെ മനസ്സിലാക്കുന്നത് ഇത് ഇഞ്ചക്ഷൻ വെക്കാനുള്ള പരിപാടിയാണെന്ന്. അപ്പോൾ പിന്നെ അങ്ങനെയൊക്കെ കാണുമ്പോൾ ചില ആളുകളൊക്കെ കമൻറ്റുകൾ ചെയ്യാറുണ്ട്. അപ്പോൾ ഇതല്ല, നമ്മൾ ഒരുപാട് പൊതുപ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ ഇന്നും രാവിലെ അൽഹംദുലില്ലാഹ് നമുക്ക് ഒരു വലിയ സ്ഥലത്ത് ഒരു വലിയൊരു കിണറുമായി ബന്ധപ്പെട്ടൊരു 4 ലക്ഷം റുപ്യേൻ്റെ ഒരു പദ്ധതി നമുക്ക് ചെയ്യാൻ കഴിഞ്ഞ്. ഇൻഷാ അല്ലാഹ് അത് 2 ദിവസത്തിൻ്റെ ഉള്ളിൽ അതിൻ്റെ പൂർണ്ണമായ രൂപത്തിലേക്ക് എത്തിക്കും. അപ്പോൾ എപ്പോഴും ഒരു മനുഷ്യനെ നമുക്ക് സമാധാനവും ശാന്തിയും മാത്രമല്ല ഒരു ആയുസ് വർദ്ധിക്കാനും ഏറ്റവും നല്ലൊരു മാർഗമാണ് നമ്മൾ പൊതുപ്രവർത്തനങ്ങൾ ചെയ്യുക, മറ്റുള്ള ആളുകളെ സഹായിക്കുക എന്നുള്ളത്. ഞാൻ സമീറിനെ കണ്ടപ്പോൾ എനിക്ക് സന്തോഷം തോന്നി. ഇന്നലെ നമ്മൾ ഒരു പാവപ്പെട്ട ഒരു ഉസ്താദിൻ്റെ വീടിനെ കട്ടില വെക്കലുമായി ബന്ധപ്പെട്ടപ്പോഴാണ് എനിക്ക് സമീറിനെ കാണാൻ കഴിഞ്ഞത്. അപ്പോൾ അവൻ്റെ ആ ഒരു നല്ല ചലനങ്ങളും നല്ല പ്രവർത്തനങ്ങളും അതോടുകൂടെ അവനൊരു എൻജിനീയറാണ് അല്ലേ, എൻജിനീയർ ആണെങ്കിലും ഇന്നലെ ഒരു പണിക്കാരൻ ഇല്ലാതെ വന്നപ്പോൾ പിന്നെ ഞാൻ എൻജിനീയറാണെന്ന് കരുതി അവിടെ വേൻറ്റും കുപ്പായിടാതെ ഉടനത്തിന് ടീഷർട്ട് മാറ്റി ആ പണിക്കാരോടുകൂടെ ഒരു പണിക്കാരനായി മാറി പണിയെടുക്കണം. അതാണ് ഒരു മനുഷ്യൻ്റെ വിജയം എന്ന് പറയുന്ന സാധനം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരാൾ ഹോട്ടൽ തുടങ്ങുമ്പോൾ ആദ്യമായി ശ്രദ്ധിക്കേണ്ടതിൻ്റെ ഡെക്കോറും അതിന് മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് മുമ്പ് ആദ്യമായി വേണ്ടത് ആ ഹോട്ടലിൻ്റെ ഉടമക്ക് പൊറാട്ടപ്പണി അറിയണമെന്നാണ് എൻ്റെ ഭാഷയിൽ പറയാറുള്ളത്. എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇറങ്ങിക്കഴിഞ്ഞാൽ ആ ഹോട്ടലിൽ പൊറോട്ട ഇല്ല എന്ന് പറഞ്ഞാൽ മലയാളികളെ സംബന്ധിച്ചിടത്തോളം പൊറോട്ട അങ്ങനെ ടെൻഷനാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ അത് വേണമെന്ന് പറഞ്ഞതുപോലെ എപ്പോഴും നമ്മൾ എല്ലാത്തിനും നമ്മൾ സന്നദ്ധരായി മാറണം. പലപ്പോഴും പല ആളുകളുമൊക്കെ വീടില്ലാത്ത ആളുകൾ, അങ്ങനത്തെ ആളുകൾ മക്കളെ കല്യാണത്തിന് പ്രായമായി അവരുടെ വിവാഹവും അവരുടെ വിവാഹത്തിൻ്റെ ചെലവുകളൊക്കെ ആലോചിക്കേണ്ട സമയത്താണ് പുരപ്പണി ആലോചിക്കാറുള്ളത്. അത്തരക്കാരാകുന്ന ആളുകൾ അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാവിയെക്കുറിച്ചുള്ള ഒരു ചിന്തയില്ലാത്ത ആളുകളാണ്. സമീർ ഒരുപാട് വീടുകൾ ഉണ്ടാക്കുന്ന ആളുകളാണ്. വീടുണ്ടാക്കുമ്പോൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഒരു എഞ്ചിനീയർ ആണെങ്കിലും നമ്മൾ ജോലിക്കാരനാണെങ്കിലും അത് പണം അവരുടെ കയ്യിൽ എത്രയുണ്ടോ അതിനനുസരിച്ച് കൊണ്ടാണ് അവർക്ക് വീട് നമ്മൾ നിർദ്ദേശിച്ചു കൊടുക്കേണ്ടത്. ചില ആളുകൾ കാറില്ല, ആക്റ്റീവല്ല, ഒരു ഫുൾ കടത്തിലുള്ള ഒരാൾക്ക് അവൻ വീട് വെക്കുമ്പോൾ ഒരിക്കലും ഒരു കാർ പോർച്ചിൻ്റെ ആവശ്യമില്ല. ഒരു കാറ് വാങ്ങേണ്ട ഒരു അവസ്ഥ വരുന്ന സമയത്ത് അള്ളാഹു അവനെ പോർച്ചുണ്ടാക്കാനുള്ള കഴിവുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഒരു 2 ബെഡ്റൂമിൽ ഒരു 600 സ്ക്വയർ ഫീറ്റില്ലെങ്കിൽ ഒരു 700 സ്ക്വയർ ഫീറ്റിൽ ചെറിയൊരു കൊച്ചു വീട് വെക്കുന്ന ഒരാൾ അതിനൊരു പിന്നെ ഒരു കാർ പോർച്ചിന് ശാഠ്യം പിടിക്കുന്ന ആളുകളുണ്ട്. അത് പലപ്പോഴും പിന്നെ കാറ് ഉണ്ടാവില്ല, അതിൽ ചകിരി പോർച്ചായ മാറല് ഇല്ലെങ്കിൽ വിറകായിട്ടാണ് മാറല്. അതൊരു ഒരു വീടിൻ്റെ ഒരു വൃത്തിയെ ബാധിക്കുന്ന വിഷയം കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് സമീറിനെ പരിചയപ്പെട്ടത് സന്തോഷം. ഇതിലേ ഞാൻ പ്രധാനമായി കേട്ടത് മദ്രസകൾ ആണ് തങ്ങൾപ്പാപ്പാൻ്റെ മെയിൻ. ചില പണ്ഡിതന്മാർ പള്ളിയാണ്. ഇപ്പം ഹുസൈനായാൽ പള്ളിയും മദ്രസയുണ്ട്.
തങ്ങൾ പാപ്പാക്ക് മെയിൻ മദ്രസ ആണ്. അതെ. എത്ര മദ്രസ ഉണ്ടാക്കിയ പാപ്പ ശരിക്കും? മദ്രസ അൽഹംദുലില്ലാ ഏകദേശം ഞാൻ 100 മദ്രസ ഉണ്ടാക്കണമെന്ന SMAയുടെ അതുപോലെ തന്നെ മുസ്ലിം ജമാഅത്തിൻ്റെയൊക്കെ നേതൃത്വത്തിൽ, ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ 1000 മദ്രസ പദ്ധതി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതിൽ കുറച്ച് മദ്രസ ഉണ്ടാക്കണമെന്ന് എൻ്റെ മനസ്സിൽ ആഗ്രഹം വരികയും അങ്ങനെ ഞാൻ മദ്രസക്ക് വേണ്ടി അൽഹംദുലില്ലാ തുടക്കം ഇങ്ങനെ കുറിച്ചു. ചില 1-2 സ്ഥലങ്ങളൊക്കെ മദ്രസക്ക് കാശ് ചോദിച്ചപ്പോൾ ആളുകളൊക്കെ തന്നു. അങ്ങനെ തന്നപ്പോൾ അതിങ്ങനെ വിജയിച്ചു വന്നപ്പോൾ ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉസ്താദ് അവറുകൾ വന്നുകൊണ്ട് തന്നെയാണ് ആ മദ്രസകളൊക്കെ ഏകദേശം ഉദ്ഘാടനം ചെയ്യാറുള്ളത്. അത് ചിലപ്പോൾ 6 മദ്രസകൾ, 7 മദ്രസകൾ, 10 മദ്രസകളൊക്കെ ഒന്നിച്ചാണ് ഉദ്ഘാടനം ഉണ്ടാവുക. അത് രാവിലെ മുതൽ തുടങ്ങും. ആ മദ്രസകൾ ഉദ്ഘാടനം കഴിഞ്ഞ് അങ്ങനെ പിന്നീട് ആ 100 മദ്രസകൾ ഏകദേശം പൂർത്തിയായപ്പോൾ 313 മദ്രസ ആവട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതിനുള്ള ഒരു പ്രയാണത്തിലാണ്. അതിനെല്ലാ ആളുകളും ഉസ്താദ് പറഞ്ഞാണ്. അപ്പൊ ഉസ്താദ് പറഞ്ഞതനുസരിച്ച് കൊണ്ട് അൽഹംദുലില്ലാ അത് മുന്നോട്ട് പോകുമ്പോൾ അതുകൊണ്ട് അതുപോലെ എൻ്റെ ഉസ്താദ് ബദർ ഉസ്താദ്, തങ്ങൾ ഉസ്താദ് അവറുകൾ ഞാൻ ഓതി പഠിച്ചത് അവിടെയാണ്. ഞാൻ 10 വർഷത്തോളം അവിടെ ഓതുകയും 4 വർഷത്തോളം ഞാൻ അവിടെ ഒരു ചെറിയ ഖിദ്മയായി ഉസ്താദിന്റെ കീഴിൽ തന്നെ എനിക്ക് ജോലി ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ അവരുടെയൊക്കെ ഒരു പൊരുത്തമാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഭാഗം. ഇപ്പൊ മദ്രസ 257 മദ്രസകളായി. 257. ഇപ്പൊ അവസാനത്തെ മദ്രസ നമ്മൾ ലാസ്റ്റ് ഇപ്പോ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ തുടക്കം കുറിക്കണം. വഴിക്കടവിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ആ മദ്രസക്ക് അൽഹംദുലില്ലാ അവസാനമായി മദ്രസയുടെ പണി തുടങ്ങുന്നതാണ്. ഈ ആഴ്ചയിൽ അടുത്ത ആഴ്ചയിലായിട്ട് അതിന്റെ കല്ലിടൽ കർമ്മം സാധാരണ രീതിയിലുള്ള മദ്രസ എന്ന് മാത്രമല്ല സ്മാർട്ട് ക്ലാസ് റൂമുകളായിട്ടാണ് നമ്മൾ 1ാം ക്ലാസ് അധികം വരാറുള്ളത്. അത് നമ്മൾ AC ഉണ്ടാവും, പെയ്ഡ് ചെയറുകൾ ഉണ്ടാവും, ഡിജിറ്റൽ ബോർഡുകൾ ഉണ്ടാവും, അങ്ങനെ LED ഒക്കെ വെച്ച് ഏകദേശമൊക്കെ ആ ഒരു നാടിനനുസരിച്ച് കൊണ്ടുള്ള കാര്യങ്ങളൊക്കെ ചെന്നാലും ഇന്ന് AC മാത്രം വെച്ചുള്ള മദ്രസ 157 മദ്രസ. അതിനൊക്കെ ജനങ്ങള് വളരെ സപ്പോർട്ടാണ് അതിന് കാര്യം. ഞാൻ പലപ്പോഴും തമാശയിൽ പറയാറുണ്ട്, ഈ AC ചോദിക്കുമ്പോൾ ചിലപ്പോൾ പ്രായമുള്ള ആളുകളാണ് ആദ്യം അതിന് സംഭാവന തരാറുള്ളത്. പ്രായമുള്ള ആളുകളൊക്കെ ഇന്ന് മാഷാ അല്ലാഹ് പഴയതുപോലെ ആയത് പോരാ, ഉഷാറാവണം. പഴയ കാലത്ത് നമ്മൾ മദ്രസയിൽ പഠിച്ചത് 1ാം ക്ലാസ്സിൽ പഠിച്ചത് മത്തം കയറി, അസുലം കുത്തി, ബഷീർ കീസ കയറി, കുനിയൻ അമ്മിയിൽ കയറി, മണ്ടൻ ഉണ്ട തിന്നു, ഇതൊക്കെയാണ്. ഇന്നത്തെ കുട്ടികളോട് അതൊന്നും പറഞ്ഞാൽ പറ്റൂലല്ലോ. അപ്പൊ അതുകൊണ്ട് കാലോചിതമായ രൂപത്തിൽ തന്നെ അൽഹംദുലില്ലാ ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉസ്താദ് അവറുകളുടെയും റയീസുൽ ഉസ്താദ് അവറുകളുടെയും ബദറുസ്താദ തങ്ങൾ ഉസ്താദിന്റെ ഒക്കെ നേതൃത്വത്തിലായി അൽഹംദുലില്ലാ നല്ല ആധുനിക രൂപത്തിൽ തന്നെ ഇന്നത്തെ കുട്ടികൾക്ക് കാലോചിതമായ പാഠപദ്ധതികളൊക്കെയാണ് ഈ മദ്രസയിലുള്ളത്. അൽഹംദുലില്ലാ അതുകൊണ്ട് അതിന്റെ ഭാഗമായി തന്നെ ഇൻഷാ അല്ലാഹ് മദ്രസയുടെ പഠന രീതികളും ഒക്കെ ആ രൂപത്തിൽ മുന്നോട്ട് പോകുന്നു. എന്തായാലും അടുത്ത ഡോക്ടറേറ്റ് ചിലപ്പോൾ ഇത് തേടി വരും. വരട്ടെ. അതെ, നമ്മളെ ആ ഉസ്താദിന്റെ ആ ഒരു സമയത്തുള്ള പലപ്പോഴും മദ്രസ ഉദ്ഘാടനങ്ങൾ എങ്ങനെയാണ് നടക്കാറുള്ളത്. ഇപ്പോൾ ഇത് രാവിലെ 9 മണിക്ക് താനാളൂര് ഒരു മദ്രസ, അങ്ങനെ 10 മണിയാകുമ്പോൾ വൈലത്തൂര് നമ്മളെ പറമ്പിന് മുകളിൽ അങ്ങനെ 11 മണിക്ക് ഇവിടെ ഇങ്ങനെ തുടങ്ങി 3 മണി, അങ്ങനെ 4 മണി, അങ്ങനെ തുടങ്ങി. ഇതൊക്കെ ഒരു ദിവസം പറമ്പിന്റെ പറഞ്ഞപ്പോൾ വൈലത്തൂർ അതെ ഏറ്റവും വലിയ സ്വപ്നം. അതെ, അത് പേര് അങ്ങനെ തന്നെയാണ്. സയ്യിദ് യൂസുഫുൽ ജീലാനി മെമ്മോറിയൽ സുന്നി മദ്രസയാണ് അതിന്റെ പേര്. അതുപോലെ ഹംസത്തുൽ ഖറാർ സുന്നി മദ്രസ, അതാണ് കാരാത്തോടുള്ള. അവിടെ എല്ലാ വർഷവും ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹുവിന്റെ ഉറൂസ് വളരെ വിപുലമായി അവിടെ നടത്താറുണ്ട്. ഇങ്ങനെ അൽഹംദുലില്ലാ വിവിധ സ്ഥലങ്ങളിൽ, അങ്ങനെ ആസാമിലും തമിഴ്നാടിലും മദ്രസകളുണ്ട്. നമ്മൾ ഈ പറഞ്ഞ തിരുനെൽവേലി, തെങ്കാശി, വടകര എന്നൊക്കെ പറഞ്ഞ സംസ്ഥാനം ബന്ധപ്പെടാനുള്ള ഈ മദ്രസ ഉണ്ടാക്കി തരാൻ ആളുകൾ ചിലപ്പോൾ സംഭാവനകൾ ഉണ്ടാവും. എന്റെ നമ്പറുകൾ കൊടുത്താൽ വളരെ പാവപ്പെട്ട ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഇതൊക്കെ നാട്ടിൽ നിന്ന് തന്നെ നമ്മൾ പിരിച്ചെടുത്ത് ഉണ്ടാക്കുന്ന മദ്രസ. എന്നാൽ പുറത്ത് വയനാട് തന്നെ ചെറിയ ഗ്രാമങ്ങളുള്ള പാവപ്പെട്ട ഗ്രാമങ്ങളുണ്ട്. ആ ഗ്രാമങ്ങളൊക്കെ അവർക്കൊന്നും കഴിയില്ല. ഇപ്പോൾ ഒരു ഇടപെട്ട് നിൽക്കുന്ന തരുവണ ഒരു സ്ഥലമുണ്ട്. അവിടെ ഇപ്പോൾ താറിട്ട് വെച്ചിട്ട് വളരെ പ്രയാസപ്പെട്ട് നിൽക്കുകയാണ്. അവർ വളരെ പ്രയാസപ്പെടുന്ന ഇങ്ങനത്തെ കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ആ സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ചെയ്യാം. അതുപോലെ തന്നെ
പിന്നെ ആ നോർത്ത് കർണാടകയിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഞാൻ യാത്ര ചെയ്ത് അവിടെയൊക്കെ 10 കൊല്ലത്തോളം ദഅവത്ത് ചെയ്ത് 30 മദ്രസ മാത്രമേ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഇനി ഇവിടെ ഒരുപാട് ധാരാളം മദ്രസകൾ വേണം. അതുകൊണ്ട് മരിച്ചുപോയ വാപ്പൻ്റെ വീട്ടിലും മറ്റു വീട്ടിലൊക്കെ ഒരുപാട് ആളുകളുണ്ടാവും ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ. എന്തായാലും അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ ഇൻഷാ അല്ലാഹ്.